പ്രവേശനോത്സവത്തിലേക്ക് തന്നെ പോകാം. മുഖ്യമന്ത്രി സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നല്ല കാലാവസ്ഥയുമാണ് പ്രകൃതി നൽകിയിട്ടുള്ളത്. പതിവ് പോലെ ഉത്സവഛായയിലാണ് വിദ്യാലയ വർഷത്തിന് നാം ഇക്കുറിയും ആരംഭം കുറിക്കുന്നത്. പ്രവേശനോത്സവം, ആ പേര് അക്ഷരാർത്ഥത്തിൽ ഉത്സവഛായയായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കാണുന്നത്. ഇവിടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ തന്നെ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം യൂണിഫോമുണ്ട്. കുട്ടികൾ എത്തിച്ചേരുന്ന ക്ലാസ് മുറികൾ കൂടുതൽ നല്ല മികവിലേക്ക് ഉയർന്നിട്ടുമുണ്ട്. അതോടൊപ്പം കുട്ടികൾക്കും അധ്യാപകർക്കും ഉത്സവസമാനമായ സന്തോഷം ഇതെല്ലാം പ്രദാനം ചെയ്യുകയാണ്. എന്നാൽ അതിനപ്പുറം ചെറുതുകൂടിയാണ് സ്കൂളുകളിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് നാം കാണുന്നത്. അതിൻ്റെ ഭാഗമായി പരസ്പരം സ്നേഹവും കരുതലും ഉണ്ടാവുക, നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഉന്നം തന്നെ അറിവ് നേടലാണ്. ലോകത്തിൻ്റെ പുരോഗതിക്കെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് അറിവാണ്. പുതിയ കാര്യം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അളവറ്റതാണ്. അറിവാർജിച്ച് ആത്മവിശ്വാസത്തോടെ വളരുന്നതിൻ്റെ ആനന്ദമാണ് ഈ ആധുനിക കാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത്. അതിലേക്കാണ് നമ്മുടെ കുരുന്നുകൾ ചുവടുവെക്കുന്നത്. എന്നാൽ അതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ വിദ്യാലയ ജീവിതം അറിവ് ലഭിക്കുന്നതിലേക്ക് മാത്രമായി ചുരുങ്ങാമോ? അതുപോരാ എന്നതാണ് വസ്തുത. അവിടെ നാം ആലോചിക്കേണ്ട കാര്യം, എന്താണ് അറിവ്? ആ ചോദ്യം ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. വിദ്യാർത്ഥി ഗണിത പാഠങ്ങൾ പഠിക്കുന്നു, പൊതുവിജ്ഞാനം പഠിക്കുന്നു, നല്ല രീതിയിൽ ശാസ്ത്രജ്ഞാനം ആർജിക്കുന്നു, നല്ലതുപോലെ ഭാഷാ പ്രാവീണ്യം ആർജിക്കുന്നു. നേരത്തെ നാം ഒരു കലാരൂപം ഇതിൻ്റെ തുടക്കത്തിൽ അവതരിപ്പിച്ചല്ലോ. അതിൻ്റെ
ഉള്ളടക്കം എഴുതിയത്, കവിതാരൂപത്തിൽ എഴുതിയത് ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ പറയുകയുണ്ട്. ഭാഷാപ്രാവീണ്യത്തിലൂടെയാണ് അത്തരത്തിലുള്ള കഴിവിലേക്ക് ഉയരുന്നത്. പക്ഷേ ഇതൊക്കെ മാത്രമാണോ അറിവ്? അവിടെയാണ് പാഠപുസ്തകങ്ങളുടെ വിവരണങ്ങൾ കുട്ടിയുടെ ചിന്താമണ്ഡലത്തിൽ വിവേകത്തിൻ്റെയും വിമർശനാത്മക ചിന്തയുടെയും സ്ഫുരണങ്ങൾ സൃഷ്ടിക്കുന്ന നില ഉണ്ടാവണം. ഇവിടെ ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാവണം പഠനത്തിൻ്റെ ലക്ഷ്യം. അതിന് അറിവ് മാത്രം മതിയാവില്ല, വിവേകം വളരെ പ്രധാനമാണ്. അതോടൊപ്പം വിവേചന ബുദ്ധി നല്ലതുപോലെ സൃഷ്ടിക്കാനാവണം. സഹജീവി സ്നേഹം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഏതിനെയും സമീപിക്കേണ്ടത് വിമർശനാത്മക ബുദ്ധിയോടെയായിരിക്കണം. ഇതെല്ലാം ഓരോരുത്തരിലും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭ്യമാകേണ്ടതുണ്ട്. അത്തരത്തിൽ കുട്ടികൾ മാറണമെങ്കിൽ കുട്ടികളുടെ ചിന്താശേഷിയെ ആ തരത്തിൽ വളർത്താനാകണം. അതിനാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്തൂടെ ശ്രദ്ധിക്കുന്നത്.